അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മളുടെ ഹൈലൈറ്റ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഇത് നമ്മളിന്ന് ഹൈക്കിന് പോകണം. അതാണ് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ബാക്കിൽ കാണുന്നത്. ഇതൊക്കെയാണ് ഞാൻ കണ്ടത്. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതാ പോകാൻ പോവുകയാണ്. നമ്മുടെ വീഡിയോ അങ്ങനെ ഒഫീഷ്യലി സ്റ്റാർട്ടായി. ഡേ 3 അല്ലേ ഇത്? അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹൈക്കിന് പോകാൻ വേണ്ടി കുറച്ച് ദൂരം നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്നും ദൂരെ പോന്നാലാണ് നമുക്ക് ഹൈക്കിന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും ദൂരം നമ്മൾ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഹൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഹൈക്കാണ്. അത്ര ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെ ടയേർഡായ ഒരു ഹൈക്കായിരുന്നു. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണമെന്ന് പറഞ്ഞൊരു ചൂടുവെള്ളത്തിലൊക്കെ ഒരു നല്ല കുളി പാസ്സാക്കിയപ്പോഴാണ് ഒന്ന് കാലൊക്കെ റെഡി ആയത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം റിസ്കി അല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാൽ മോഡറേറ്റ് ആണ്. പക്ഷെ എനിക്ക് ഭയങ്കര അടിപൊളി ഫീലായിരുന്നു. എനിക്ക് ഹൈക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വിനോദമാണ്. പിന്നെ ഈ പോണ റൂട്ടില്ലേ ആക്ച്വലി ഭയങ്കര രസമായിരുന്നു. ഇത് ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ല, അവിടെ ഇവിടെയൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളൂ ഈ പോകുന്നത്. അങ്ങനെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞങ്ങളിങ്ങനെ കാണാൻ വേണ്ടി ജസ്റ്റ് നിർത്തിയതാണ്. ഇത് അവിടുത്തെ ഒരു വ്യൂ ആണ്, അതായത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ വീണ്ടും ബസ്സിൽ കയറി. എന്നിട്ട് നമ്മൾ തിരിച്ച് എന്താ പറയുക, കുറച്ച് ദൂരം കൂടെ പോകണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി ഒരു കോഫിയൊക്കെ കുടിക്കാൻ ഇറക്കി. ഞാൻ കുടിച്ചില്ല. എന്നിട്ട് ഒരു ചെറിയ സ്ട്രെച്ചൊക്കെ ഞാൻ ഈ കുട്ടിയുടെ കൂടെ ചെയ്തു. ഈ കുട്ടി ഒരു യോഗയൊക്കെ പഠിപ്പിക്കുന്ന കുട്ടിയാണ്, എൻ്റെ കൂടെ ഉള്ള ഒരു കുട്ടിയാണ്, കാനഡയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരാളുടെ ഗൈഡൻസ്, ഞാൻ ആദ്യം കാണിച്ച ഫോട്ടോയിൽ കാണുന്നതാണ് നമ്മുടെ ഗൈഡ്. അപ്പോൾ ഗൈഡ് നമ്മളോട് ഇങ്ങനെ പോരാൻ പറയുന്നു, നമ്മളിങ്ങനെ ബാക്കിൽ നടക്കുന്നു. പോണ വഴിക്ക് ഫസ്റ്റ് കണ്ട കാഴ്ചയാണ് ഈ ഡാമിൻ്റെ സംഭവം കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടി. അതായത് നല്ല ഒരു വലിയൊരു ഹൈക്ക് എന്ന് പറയുന്നത് ഒരു നല്ല വലിയൊരു മലയുടെ മുകളിലോട്ടൊക്കെയാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് ചുറ്റുപാറും മലകളാണ്, അങ്ങനത്തെ ഒരു ഏരിയ ആണത് ബേസിക്കലി. ഇത് തന്നെ എനിക്ക് കണ്ടപ്പോൾ നല്ല ഒരു ഉഷാറ് തോന്നിട്ടോ. യാത്ര ചെയ്യാൻ നമുക്കിവിടെ തുടങ്ങാനുള്ളൊരു ചായയൊക്കെ കുടിച്ച പോലെ ഒരു ഫീലാണ് ഈ ഒരു ഫസ്റ്റ് ഡാമിലെ സീന് കണ്ടപ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ ഇനി വരാൻ പോകുന്ന എന്തായിരിക്കും. ഇതാണ് ഈ ഹൈക്കിൻ്റെ ഒരു ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളിങ്ങനെ കയറുമ്പോൾ നമുക്ക് കയറാൻ നല്ല സ്ട്രെയിൻ ആണെങ്കിലും നമ്മളിങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും. എന്തായിരിക്കും അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ, അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ താഴെ നിന്നുള്ള വ്യൂ എന്നൊക്കെ ഇങ്ങനെ അറിയാനുള്ള ഒരു ഭയങ്കര ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ഞാൻ എല്ലാവരും പോയിട്ട് എല്ലാവരുടെയും ബാക്കിൽ ഇങ്ങനെ ക്യാമറയും പിടിച്ചിങ്ങനെ നടക്കുവാണ് ഈ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് പോകുന്ന വഴിയൊക്കെ തന്നെ നല്ല രസമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പോകുന്ന വഴി മൊത്തം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഹൈക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ വന്നൊരു പട്ടിയാണത്. അതിങ്ങനെ ഞങ്ങളുടെ കൂടെ വന്ന് കുറച്ച് ദൂരം പോയിട്ട് പിന്നെയും നിൽക്കും. എന്നിട്ട് നമ്മളവിടെ എത്തുന്നവരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അത് പിന്നെയും തുടങ്ങും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും സ്നേഹമൊക്കെ തോന്നി. ഇങ്ങനെ കുഞ്ഞു വാട്ടർഫാൾസൊക്കെ നമുക്കിങ്ങനെ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഉടനീളം കാണാൻ സാധിക്കും. പക്ഷേ ഈ ഹൈക്കിലൊരു ട്വിസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ സാധാരണ കാണുന്ന ഹൈക്ക് പോലെയല്ല. ഞാനിപ്പോൾ റിഗൽ ഹൈക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതെന്ന് പറയുമ്പോൾ നമ്മൾ ഉയരത്തിക്ക് ആ മലയുടെ മുകളിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ ഈ ഹൈക്ക് അങ്ങനെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. ആക്ച്വലി എനിക്കിത് പോകുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, അവിടെ എത്തിയതിന് ശേഷമാണ് എനിക്കത് ക്ലിയർ ആയത്. ഇത് നമ്മളൊരു മലയുടെ മുകളിലോട്ടൊന്നും അല്ല പോകുന്നത്. ബേസിക്കലി നമ്മൾ കുറച്ച് വ്യൂസ് കാണാനും വാട്ടർഫോൾസ് കാണാനും അങ്ങനെയൊക്കെയുള്ള പ്ലാനിലാണ് പോകുന്നത്. പിന്നെ ഈ പോക്ക് ഇങ്ങനെ കുറച്ച് ആളുകളുടെ കൂടെ അവരോട് സംസാരിക്കുന്നുണ്ടോ എന്നുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു. പല സ്ഥലങ്ങളിൽ ഇരിക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് കണ്ടോ. അവിടെ ടജൈൻ കുക്ക് ചെയ്യുന്ന സംഭവം അവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ കണ്ടു. കുറച്ച് രസമായിട്ട് എനിക്ക് ഈ ദിവസം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ടൂറിൽ. പിന്നെ മാത്രമല്ല ഫിസിക്കലി നന്നായിട്ട് എന്നെ ചാലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ആ റിയൽ ഹൈക്കിന് ശേഷം അങ്ങനെ ഹൈക്കിംഗ് പരിപാടിയോ നടത്തമോ ഉണ്ടായിരുന്നില്ല ഈ കുറച്ച് കാലമായിട്ട്. ഞാൻ ഇരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന പരിപാടിയായിരുന്നു. ഇതൊക്കെ നല്ല പോകുന്ന വഴിക്ക് കണ്ട കുറച്ച് കാഴ്ചകളാണ്. മൊത്തം ഞാൻ ഒപ്പിയെടുത്തിട്ടില്ല, എങ്കിൽ പോലും ചിലതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഈ വാട്ടർഫാളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഇതുപോലത്തെ ഇങ്ങനെ പാലങ്ങൾ കുറേ കാണാം കേട്ടോ. അത് ഭയങ്കര രസമാണ്. അതിൻ്റെ മാത്രമല്ല ആ ഗൈഡില്ലേ നമ്മളിങ്ങനെ ഇയാളല്ല വേറെ വന്ന ഗൈഡ് നമ്മളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെങ്കിൽ നമ്മൾ കൈ പിടിച്ചിട്ട് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ പാടാൻ ചെയ്യും. അങ്ങനെയൊക്കെ ഹെൽപ്പിംഗ് ആണ് ഭയങ്കര ആൾക്കാർ.
ഇനി നമുക്ക് വേണമെങ്കിൽ ചെയറൊക്കെ ഇട്ടിട്ട് ഒരു സ്ഥലത്തിരുന്ന് വാട്ടർഫാൾ കാണാം എന്നുള്ള രീതിയിൽ ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടി നമ്മൾ താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങി നമ്മൾ ആ വാട്ടർഫാളാണ് ഇനി കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞുടനെ നമ്മൾ കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ കുറച്ചൊരു പോണ്ട് ഉണ്ട്, ടർക്കിഷ് ബ്ലൂ കളറിലുള്ള പോണ്ട്. അതാണ് നമ്മൾ അടുത്ത് നേരെ കാണാൻ പോകുന്നത്. അതിനുശേഷം കുറച്ച് വൈൽഡ് ലൈഫൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ വൈൽഡ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ എന്തോ ആണെന്ന് എനിക്ക് അല്ല, വെറും കുരങ്ങിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ കുരങ്ങിനെ കുട്ടികളൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു എൻ പോയിന്റ് എന്നുള്ള രീതിയിലുള്ള ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ എത്തി. കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ എത്തി. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കൊന്നും നമുക്ക് കുരങ്ങിനെ കാണുമ്പോൾ അത്ര ഒരു ഭയങ്കര കൗതുകം തോന്നില്ല. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക്, ഇവിടുന്ന് എൻ്റെ കൂടെ വന്ന പല സ്ഥലങ്ങളിൽ നിന്ന്, യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വരുന്നവർക്ക് അതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു. എനിക്കും കുഴപ്പമില്ല, കാരണം കുട്ടികളൊക്കെ ആയിട്ട് കാണുമ്പോൾ രസമാണല്ലോ. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയാവുന്ന പോണ്ടിലേക്ക് നമ്മളെത്തി. ഈ പോണ്ട് ഭയങ്കര അടിപൊളിയാണ്. അതായത് വെള്ളം താഴെ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കണ്ണാടി പോലെ ക്ലിയർ ആയിട്ടുള്ളൊരു പോണ്ട്. അതുമാത്രമല്ല അതിൻ്റെ കളറ് ഭയങ്കര രസമാണ്. ഈ വീഡിയോയിൽ അത് തോന്നില്ല, പക്ഷേ ഇനി ലോങ് വ്യൂവിൽ എടുക്കുമ്പോൾ ആ കളറ് മനസ്സിലാവും. ഒരു ടർക്കിഷ് ബ്ലൂ കളറിലാണ് ആ പോണ്ട് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു വൈബ്രേഷനൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ഞങ്ങളിവിടെ വന്ന് കുറച്ച് നേരം ഇവിടെ സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് എന്ന്. പക്ഷേ എല്ലാ ഹൈക്കും അങ്ങനെയാണല്ലോ, നമ്മളൊരു പോയിന്റിലെത്തുമ്പോൾ നമ്മൾ നിർത്തി പിന്നെ നമ്മൾ തിരിച്ച് നടക്കുകയോ ചെയ്യുക. പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് എനിക്കതിൻ്റെ പോക്ക് മീൻസ് ആ ഒരു വെള്ളത്തിൻ്റെ ഫ്ലോ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കുറച്ച് നേരം അധികം വീഡിയോ എടുത്തു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നിങ്ങൾക്ക് കളർ തോന്നുന്നില്ലേ, ഒരു ബ്ലൂയിഷ് കളർ കാണുന്നില്ലേ, ആ കളറാണായിരുന്നു ആ പോണ്ട്. നല്ല രസമുള്ളൊരു സംഭവമായിരുന്നു. ഇവിടുന്ന് ഞാൻ വലിച്ചു വാരി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോരുന്നു. പക്ഷെ തിരിച്ചു പോരുമ്പോൾ ഉണ്ടല്ലോ ഒരു രസമുണ്ടായി. തിരിച്ചു പോരുന്ന വഴി ഇതിലും സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മുടെ എൻഡ് ചെയ്യുന്നില്ല ഇവിടെ, ഈ പോണ്ടോട് കൂടി നമ്മുടെ ഹൈക്കിങ് എൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിൽ നല്ല സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകളുള്ളതുകൊണ്ട് അവർ ഈ കോണ്ടലോട്ട് ഇറങ്ങി ചാടി കുറച്ച് നീന്താനൊക്കെ ശ്രമിച്ചു. ഇത്രയും തണുപ്പുള്ളൊരു സമയത്താണെന്ന് ആലോചിക്കണം. പിന്നെ നമുക്ക് പെൺകുട്ടികൾക്ക് മോശം പറയാതിരിക്കും, ഒരു പെൺകുട്ടി ഇതുപോലെ ചാടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? തിരിച്ചു വരുന്ന വഴി കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? നല്ല രസമുള്ളൊരു വഴിയും നല്ലൊരു ഹൈക്കും ആയിരുന്നു എനിക്കിത്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് ഹൈക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈക്കിംഗ് ഷൂ വാങ്ങിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഷൂസ് വാങ്ങിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഹൈക്കിങ്ങിന് പറ്റിയ ഡ്രസ്സുകൾ ഇടുക. ട്രൗസറൊക്കെ ഇടാൻ പറ്റുവാണെങ്കിൽ വളരെ നന്നായി. പക്ഷേ എല്ലാ ക്ലൈമറ്റിലും ട്രൗസറൊന്നും പറ്റില്ല. അപ്പോൾ അതിന് പറ്റിയ ഡ്രസ്സുകൾ, അതായത് പാൻറ്റൊക്കെ ഡെക്കാത്തലനിലൊക്കെ ഉണ്ടാവും നാട്ടിലാണെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഒരുപാട് സ്പോർട്സ് ഡയറക്റ്റ് അങ്ങനെയുള്ള ഒരുപാട് ഷോപ്സിലൊക്കെ കിട്ടും. പിന്നെ മിനിമം സാധനം കൈ പിടിക്കുക, ചെറിയ ചെറിയ ബാഗ്സ്, പിന്നെ വാട്ടർ ബോട്ടിൽ മാത്രം, അങ്ങനെയൊക്കെ ആയിട്ട് കൈ പിടിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. അങ്ങനെ പിന്നെ റെയിൻ കോട്ട്, ലെയേഴ്സായിട്ട് ഡ്രസ്സ് ചെയ്യുക. ചിലപ്പോൾ ചില സ്ഥലത്ത് തണുപ്പ് കൂടുതലായിരിക്കും, ചില സ്ഥലത്ത് തണുപ്പ് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എടുത്ത് കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സിങ്സാണ് കൂടുതൽ നല്ലത്. ഇവരെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവിടെ തിരിച്ച് വന്ന് ഞങ്ങളുണ്ടല്ലോ ആ ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ട്, അതായത് ഒരു റിവറിൻ്റെ സൈഡിൽ ഇരുന്നുകൊണ്ട്, സ്ട്രീമിൻ്റെ സൈഡിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ ഫുഡ് കഴിക്കുകയാണ്. ഈ ടജൈൻ തന്നെയാണ് നമ്മൾ കഴിച്ചത്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. ഈ വഴി ഞാൻ നിങ്ങൾക്ക് പരിചിതമാണ്, കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഡാം നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏകദേശം ഒരു ഹൈക്കിൻ്റെ അവസാനത്തിലോട്ട്, തുടങ്ങിയ ഡാമിൽ നിന്ന് നമ്മൾ ഡാമിലോട്ട് തന്നെ അവസാനിപ്പിച്ച് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഹൈക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാണുന്നുള്ളത്.